ഹലോ ഓൾ, കീമിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. കേരള 3ാം സ്ഥാനം കരസ്ഥമാക്കി. കേരളത്തിന് ഏറ്റവും അഭിമാനമായ ഒരു വിദ്യാർത്ഥിയുണ്ട്, അലൻ. അപ്പോൾ അലൻ്റെ വീടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ബ്രില്യൻ ഫാമിലിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡയറക്ടർ സന്തോഷ് സാർ അടക്കം ജോണി സാറ്, ശ്രീനാഥ് സാർക്ക് ഉൾപ്പെടെ കുറച്ച് ടീമംഗങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മനോഹരമായ നിമിഷം ഒന്ന് കാണാം. അപ്പോൾ കീം റിസൾട്ടൊക്കെ വന്ന് നമ്മൾ അലൻ്റെ ഫാമിലിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കിവിടെ കാണാം, ഇതൊരു വലിയ ഫാമിലിയാണ്. ഗ്രാൻഡ് പേരൻസ് ഉൾപ്പെടെ എല്ലാവരും വളരെ സന്തോഷപൂർവ്വം, അഭിമാനപൂർവ്വമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖത്ത് എന്താ പറയുന്ന ഒരു നിറഞ്ഞ ചിരി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അലൻ കരസ്ഥമാക്കിയ ഈ ഒരു വിജയം എന്ന് പറയുന്നത് എൻറ്റയർ എന്താ പറയുന്നത്, ഈ ഒരു കേരളത്തിന് അഭിമാനമാണ്. അതുപോലെ തന്നെ എൻറ്റയർ ബ്രില്യൻ ഫാമിലിക്ക് അഭിമാനമാണ്. നമ്മുടെ സന്തോഷ് സാർ, ഡയറക്ടർ സന്തോഷ് സാർ ഉൾപ്പെടെ ജൂണി സാറ്, അതുപോലെ നമ്മുടെ ശ്രീനാഥ് സാറൊക്കെ ഏറെ അഭിമാനത്തോടുകൂടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അലന് എന്തൊക്കെയാണ് നമ്മളോട് ഈ ഒരു വിജയത്തെക്കുറിച്ച് പറയാനുള്ളത്, ഈ ഒരു ഫാമിലിക്ക് അലൻ്റെ ഈ ഒരു വിജയത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് കേട്ടറിയാം. ഐസറിൽ ഓൾ ഇന്ത്യ റാങ്ക് 6ാം സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥി, ജെഇ അഡ്വാൻസിൽ 1706 റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥി. ഇപ്പോൾ കീമിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്ന സമയത്ത് കേരള 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ഏറ്റവും മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് അലൻ. അപ്പം നമുക്ക് അലനിലേക്ക് തന്നെ ആദ്യത്തെ ഒരു ചോദ്യം, എന്ത് തോന്നി ഈ ഒരു നിമിഷം? എൻ്റെ ഒരു ഫാമിലി ഒപ്പമുണ്ട്, ഒരുപാട് അഭിനന്ദനങ്ങൾ ഈ ഒരു നിമിഷത്തോടനുബന്ധിച്ച് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് അല്ലേ? ഇത് നേരത്തെ തന്നെ ഡ്രീം ചെയ്തിരുന്നു ഈ ഒരു നിമിഷം? ഇതൊരു ഡ്രീം കം ട്രൂ ആണ്. പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അതെ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാൻഡ് പേരൻസിനൊക്കെ എനിക്ക് തോന്നുന്നു അവരെ ഏറ്റവും ഭാഗ്യമുള്ള ഒരാളാണ്. കാരണം ഇത്ര നല്ലൊരു കൊച്ചുമകൻ നല്ലൊരു റാങ്കൊക്കെ കരസ്ഥമാക്കി ഇത്ര വലിയ നേട്ടമൊക്കെ നേടിയിരിക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം, പേരൻസിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്ത് പറഞ്ഞു ഈ ഒരു നിമിഷത്തെക്കുറിച്ചൊക്കെ എല്ലാവരും? എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ ബ്ലെസ്സിങ്സ് കാരണമാണ് ഇത്രയും റിസൾട്ടൊക്കെ വന്നത്. അവരുടെ സന്തോഷം തന്നെ എൻ്റെ സന്തോഷം. തീർച്ചയായിട്ടും ഈ ഒരു വലിയ ജേർണിയിൽ സ്വാഭാവികമായിട്ടും ബ്രില്യൻറ്റിൻ്റെ ഒരു വലിയ സപ്പോർട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് ഇപ്പോൾ ഓർത്തെടുക്കുമ്പോൾ പെട്ടെന്ന് പറയാനുള്ളത്? ബ്രില്യൻറ്റും എൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി പോലെ തന്നെയാണ്. ഇപ്പോൾ അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു ഈ 2 വർഷത്തെ ജേർണിയിൽ. അപ്പം അലൻ്റെ ഫാദർ, തീർച്ചയായിട്ടും എനിക്കൊന്ന് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു നിമിഷം അല്ലേ? കാരണം കേരള എഞ്ചിനീയറിംഗിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരു വിദ്യാർത്ഥിയാണ്. അത് വളരെ ഒരു അഭിമാനമാണ്. 100% സ്കോറാണ് ഈ വിദ്യാർത്ഥി കരസ്ഥമാക്കിയിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, വലിയൊരു സപ്പോർട്ടാണ് എല്ലാ കാലവും പേരൻസിൻ്റെ ഉണ്ടാകുന്നത് ഇത്തരം വിജയം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നിൽ. അപ്പോൾ അലൻ എങ്ങനെയായിരുന്നു അലൻ്റെ ഒരു പഠനം ആൻഡ് ബ്രില്യൻ ഫാമിലിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള അലനെ കുറിച്ചൊക്കെ ഒന്ന് പറയും? അലനെ കുറിച്ച് പറയുകയാണെങ്കിൽ അലൻ എപ്പോഴും ഒരു ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്കർ പറയാം. ഹാർഡ് വർക്കിംഗ് ബോയ് ആയിരുന്നു. പിന്നെ വേറെ ഡിസ്ട്രാക്ഷൻസൊക്കെ അലന് വളരെ കുറവായിരുന്നു. അലൻ 8th വരെ ഷാർജ DPS പഠിച്ച് 8th കഴിഞ്ഞിട്ട് 9th വന്ന് ചവറ പബ്ലിക് സ്കൂളിൽ ജോയിൻ ചെയ്തു. അത് ഒപ്പം ബ്രില്യൻറ്റും ജോയിൻ ചെയ്തു. 9th ഫൗണ്ടേഷൻ തൊട്ട് ബ്രില്യൻറ്റ് കൂടെ ഉണ്ട്. അന്ന് തൊട്ട് എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പം ബ്രില്യൻറ്റിൻ്റെ ആ വേ ഓഫ് ടീച്ചിങ്, പിന്നെ പ്രിപ്പറേഷൻ ഫോർ എക്സാം പറഞ്ഞാൽ കുറേ മോഡൽ എക്സാംസ്, കുറേ കണ്ടിന്യൂസ് എക്സാംസ്, അത്രയുമൊക്കെ ഒരു കുട്ടിക്ക് കിട്ടി കഴിഞ്ഞാൽ
ആ കുട്ടി അതൊന്ന് യൂസ്ഡ് ആവുക, ആ എക്സാംസ് കൊടുക്കാൻ വേണ്ടി പിന്നെ ആ കുട്ടീൻ്റെ പേടി അങ്ങ് പോവുക. ആക്ച്വലി ആസ് എ നോർമൽ എക്സാംസ് they are going to give in the final take actually. So അപ്പം ബ്രില്യൻ്റെ ഒരു വലിയ പങ്ക് ഇതിനകത്തുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ബ്രില്യൻ്റ് ഒരു വലിയ നന്ദി പറയാനുണ്ട്. സത്യത്തിൽ ഫുൾ കേരളത്തിൽ അലൻ്റെ മാത്രമല്ല, ഞാൻ നോക്കുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഫുൾ കേരള പിള്ളേർക്ക് വേണ്ടി ഒരു വലിയൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഈ ബ്രില്യൻ്റ്. ആസ് എ ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഞങ്ങൾക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് അതാണ്. അപ്പോൾ അനുഭവിച്ചറിഞ്ഞ ഒരു ബ്രില്യൻറ്റിനെ കുറിച്ച് ഫാദർ പറയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അനിയത്തിക്കുട്ടി, അലൻ്റെ അനിയത്തിക്കുട്ടി, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു എക്സ്പീരിയൻസ് ലൈക്ക് മോൻ ഇത്ര വലിയൊരു റിസൾട്ട് നേടാൻ സാധിച്ചതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് അനിയത്തിയും ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് അല്ലേ? ഞാൻ 6ാം ക്ലാസ് തൊട്ട് ഫൗണ്ടേഷനുണ്ട്. അവിടുത്തെ സാർമാരൊക്കെ നല്ലതായിട്ട് പറഞ്ഞു തരുമ്പോൾ എല്ലാം മനസ്സിലാവും. അപ്പോൾ സ്കൂളിലത്തെ ആണെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല. അത് ബ്രില്യൻറ്റിൽ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് റിവൈസും കൂടെ ചെയ്താൽ പിന്നെ ഫുൾ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചു കഴിയും. സ്വാഭാവികമായിട്ടും വലിയ വലിയ സ്വപ്നങ്ങളോടെയും ലക്ഷ്യങ്ങളോടെയാണ് ചേട്ടൻ ബ്രില്യൻറ്റിലേക്ക് ജോയിൻ ചെയ്തത്. ഇപ്പോൾ ദാ ആ ഒരു നേട്ടം കൈവരിച്ച് വളരെ അഭിമാനത്തോടുകൂടി മോൾക്കൊരു മാതൃകയായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മോളോട് ഞാൻ ചോദിക്കുകയാണ്, മോളുടെ ഒരു ലക്ഷ്യം എന്താണ്? മോൾ ഡ്രീം ചെയ്യുന്നത് എന്താണ്? എൻ്റെ ഡ്രീം എനിക്ക് ഡോക്ടർ ആവണമെന്നാണ്. നല്ലതായിട്ട് പഠിച്ച് എല്ലാവരെയും സഹായിക്കണം. പിന്നെ വേറൊരു ഡ്രീമും ഇല്ല. എനിക്ക് ഡോക്ടറായ എല്ലാവരെയും സഹായിക്കണം, അത്രേ ഉള്ളൂ. നിഷ്കളങ്കമായ ചിരിയോടെ ആ ഒരു കുഞ്ഞു മനസ്സിൽ നിന്ന് പറഞ്ഞത് എനിക്കൊരു ഡോക്ടർ ആവണം, എല്ലാവരെയും സഹായിക്കണമെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ബ്രില്യൻറ്റിൻ്റെ റാങ്ക് ജേതാക്കളിൽ ഒരാളായിട്ട് തന്നെ വരാൻ നമ്മുടെ ഈ ഒരു കുഞ്ഞനിയത്തിക്ക് സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. നമുക്കിനി അമ്മയോട് ചോദിക്കാം. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നൊരു വിദ്യാർത്ഥി എനിക്ക് അലനെ ഏറ്റവും കൂടുതൽ അലൻ്റെ ഒരു ലക്ഷ്യത്തിലേക്കൊക്കെ മുന്നോട്ട് നയിക്കാൻ സപ്പോർട്ട് ചെയ്തത് പേരൻസ് ആണെന്ന് പറഞ്ഞു. അതിൽ അമ്മയ്ക്കും വലിയ സ്ഥാനമുണ്ട്. കാരണം ഈ അമ്മ 2 മക്കൾക്ക് വേണ്ടിയിട്ടും വീട്ടിലിരുന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ടിരുന്നത് അമ്മയാണെന്ന് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അലൻ്റെ ഒരു പഠന രീതി, അതിലേക്ക് അലൻ എങ്ങനെ ഒരു സ്ട്രെസ്സും കൂടാതെ ഇത്ര വലിയൊരു വിജയത്തിലേക്ക് എത്താൻ സാധിച്ചു എന്നൊക്കെ ഉള്ളത് നമുക്ക് അമ്മയോട് ചോദിച്ചറിയാം. അലൻ നന്നായിട്ട് പഠിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയായതുകൊണ്ട് സ്ട്രെസ്സ് വരും. അത് പിന്നെ അവിടുത്തെ മെൻറ്റേഴ്സ് ആണെങ്കിലും ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും ബ്രില്യൻറ്റിൽ നിന്ന് അവനെ വിളിച്ച് അതിനുള്ള എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യം മാർക്ക് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, അടുത്ത പ്രാവശ്യത്തേക്ക് നീ നോക്കിയാൽ മതി, അതൊന്നുകൂടെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിയാൽ അത് കറക്റ്റ് ചെയ്ത് പോകണം. അത് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. തെറ്റുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും അത് കറക്റ്റ് ചെയ്ത് പോകണം എന്നുള്ളത്. 11th കുറേയൊക്കെ ഡിപ്രഷനൊക്കെ വരും. പക്ഷെ 12th ആയപ്പോഴത്തേക്കും നമുക്ക് അവനെ തന്നെ വളരെ വ്യത്യാസമായിട്ട് കാണാൻ പറ്റി. കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ബോയായി മാറി. ഫൈനൽ എക്സാം ആകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഇവൻ ജെഇ കൊടുക്കാൻ പോവാണോ, കീം കൊടുക്കാൻ പോവാണോ എന്ന് തന്നെ വിചാരിക്കും. അതുപോലെ അത്രയും ഫ്രീ ആയിട്ട് പോയാണ് ഓരോ എക്സാം. അതെല്ലാം ബ്രില്യൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടിലാണ് അവനത് ചെയ്യാൻ പറ്റിയത്. അതിലൊക്കെ നമ്മൾ വളരെ സന്തോഷം. ഇന്നത്തെ പ്രസ് മീറ്റിൽ ബിന്ദു മാഡം ഈ ഒരു പേര് വിളിച്ച് പറയുന്നത് കേട്ടിരുന്നോ? വളരെ അഭിമാനം തോന്നിയില്ലേ? സ്വാഭാവികമായിട്ടും കേരള 3ാം സ്ഥാനം കരസ്ഥമാക്കി അലൻ എന്നുള്ളൊരു പേര്. ഇതൊക്കെ നമ്മളുടെ ഒരു ഡ്രീമിൽ പോലും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ഇവിടെ വന്ന് കുറേ അച്ചീവ്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പതുക്കെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് അവൻ തന്നെയാണ് നമുക്ക് തന്നത്. ഒക്കെ കിട്ടാൻ പറ്റും, നമ്മൾ ചെയ്താൽ കിട്ടാൻ പറ്റും. അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. പ്രതീക്ഷിക്കാത്ത ഒത്തിരി വിജയങ്ങൾ ബ്രില്യൻറ്റിൽ ചേർന്ന് നമുക്ക് നേടാൻ പറ്റി. അലനിലൂടെ പേരൻസിനെ അറിയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് നമ്മുടെ മക്കളിലൂടെ തന്നെ. നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് അലൻ്റെ പേരൻസ് ആണ്. ബാങ്കിൽ ചെല്ലുമ്പോഴോ സ്കൂളിൽ ചെയ്യുമ്പം ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പം ഇപ്പം ഫെമിലിയർ ഫേസ് ആയി. ഇപ്പോൾ അലനിലൂടെ അറിയപ്പെടാൻ പറ്റി. അതിനെ ദൈവത്തിന് നന്ദി പറയുന്നു. സ്വാഭാവികമായിട്ടും ബ്രില്യൻറ്റിലേക്കൊക്കെ അലൻ വന്നൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നു അലൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ ഈ ഒരു സംസാരിച്ച സമയത്ത് അലൻ പറഞ്ഞിരുന്നു അതുവരെ പഠിച്ചിരുന്ന രീതിയും അതിനുശേഷം പഠിച്ചിരുന്ന രീതിയും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ തന്നെ അതിനെ കുറച്ച് ചേഞ്ച് ചെയ്തിരുന്നു എന്നൊക്കെ. സ്വാഭാവികമായിട്ട് അമ്മ അത് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ബ്രില്യൻറ്റിലേക്ക് വന്ന കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ബ്രില്യൻറ്റിലേക്ക് വന്ന സമയത്ത് സ്കൂളിന് വേണ്ടി മാത്രം പഠിക്കുക, സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിക്കുക, ആ ഒരു രീതിയായിരുന്നു. പക്ഷേ ബ്രില്യൻറ്റിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ അത് പോരാ. നമ്മൾ കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് പഠിക്കണം, നല്ലതായിട്ട് തിയറി നന്നായിട്ട് ഇത് ചെയ്യണം, പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം, തെറ്റ് തിരുത്തി പഠിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വരുന്ന തെറ്റുകൾ വരും, അത് തിരുത്തി പഠിക്കണം എന്നുള്ള ഒരു ബോധ്യം അവനുണ്ടായി. അതിലൂടെയൊക്കെ അവന് നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ അലൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഒക്കെ അച്ഛനും അമ്മയൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവരോടൊന്ന് ചോദിക്കാം, ഈ ഒരു നിമിഷം ഈ ഒരു സന്തോഷത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
എനിക്ക് 80 വയസ്സായ ഈ സമയത്ത് എൻ്റെ മോന് 3 റാങ്ക് കിട്ടുന്നത് എനിക്കത് വളരെ അഭിമാനമാണ്. അത് ഞാൻ അഭിമാനം കൊള്ളുന്നു. അവൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് അവന് കിട്ടിയത്. പ്രത്യേകിച്ച് ബ്രില്യൻറ്റിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയൊരു അച്ചീവ്മെൻറ്റ് കിട്ടാൻ സാധിച്ചത്. അതിന് ദൈവത്തിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പിള്ളേർ 3 പേരും നല്ലപോലെ പഠിച്ചു പോകുന്നു എന്നതിൽ അവർക്കെല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. ആ സന്തോഷത്തോടൊപ്പം ഞങ്ങളുടെ ഫാമിലിക്ക് തന്നെ എല്ലാവരും കൂടുതൽ സിനിമയിലും മിനിഞ്ഞാന്ന് എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു മോൻ ഇങ്ങനെ ജയിച്ചു എന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ആശീർവാദങ്ങളോട് തന്നു. അതിൽ വലിയ സന്തോഷമുണ്ടായി. 3 പേരും പഠിത്തത്തിന് മിടുക്കരായി. സത്യം പറഞ്ഞാൽ ഇത് ബ്രില്യൻ സ്റ്റഡീസ് സെൻ്ററിനും വലിയൊരു അഭിമാന നിമിഷമാണ്. കാരണം കേരള എഞ്ചിനീയറിംഗിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആദ്യ റാങ്കുകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് ബ്രില്യൻ സ്റ്റഡീസ് സെൻ്ററിലെ മിടുക്കരായ വിദ്യാർത്ഥികളാണ്. അവിടെ ഇവരുടെ പേര് അറിയപ്പെടുന്നതിനോടൊപ്പം തന്നെ ബ്രില്യൻ ഫാമിലി എല്ലാവരും ചേർത്ത് നിർത്തുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ ഞങ്ങളും നിങ്ങളോട് പങ്കുവെക്കുകയാണ്. തീർച്ചയായിട്ടും അലനോട് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അലൻ പറഞ്ഞു എൻ്റെ ലക്ഷ്യം ഇതിലും ഒതുങ്ങുന്നില്ല, എനിക്ക് ഇനിയും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരു IAS ഓഫീസർ ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇനിയും മുന്നോട്ടുള്ള ഒരു യാത്രയിൽ വലിയ വലിയ നേട്ടങ്ങൾ അലന് ജീവിതത്തിൽ നേടാൻ സാധിക്കട്ടെ എന്ന് എൻ്റെ ബ്രില്യൻ ഫാമിലി ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.